ചരിത്രപ്രസിദ്ധമായ ഈ വേളാങ്കണ്ണി പള്ളിയിലെത്തിയ ഭക്തരെയും പരിസരവാസികളെയുമാണ് തിരമാലകൾ വിഴുങ്ങിയത്. 1000-ലധികം ആളുകൾ ഇവിടെ മരിച്ചതായാണ് വിവരം. ഇത് 2000 കവിഞ്ഞിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. മരിച്ചവരുടെ കാര്യത്തിൽ ഇതുവരെ കൃത്യമായ ഒരു വിവരവും കണക്കിന്റെ കാര്യത്തിൽ കിട്ടിയിട്ടില്ല. ഈ കടൽ ഇപ്പോഴും ദുരന്ത വിലയിരുത്തലാണ് ഇവിടുത്തെ ജനങ്ങളിൽ ഇപ്പോൾ ഭീതിയുണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ കടൽ നിരപ്പ് അല്പമൊന്ന് ഉയർന്നപ്പോൾ പോലീസ് എല്ലാവരെയും ജാഗ്രത പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജനങ്ങളെല്ലാം ഭീതിയിലാണ്. ഇനിയും കടൽ ഉയരുമോ, കടൽ ഭീഷണി ഉയർത്തുമോ എന്ന്. ഇവിടെ കാണുന്നതെല്ലാം കഴിഞ്ഞ ദിവസത്തെ ദുരന്തത്തിന്റെ ശേഷിപ്പുകളാണ്, അതിന്റെ ബാക്കി പത്രങ്ങളാണ്. ബീച്ചിന്റെ പരിസരത്ത് ഈ കാണുന്ന മൃതദേഹങ്ങളൊന്നും ഏറ്റെടുക്കാൻ ഇതുവരെ ആരും വന്നിട്ടില്ല. ഇവയെല്ലാം ഇപ്പോൾ ജീർണിച്ച അവസ്ഥയിലാണുള്ളത്. ഈ പരിസരത്ത് ഇപ്പോൾ വളരെയധികം ദുർഗന്ധം ബാധിച്ചിട്ടുണ്ട്. ഇവിടെ ശ്വസനം നടത്തുന്നത് പോലും അപകടകരമാണെന്ന് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. ലോറികളിലാക്കി മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇവ തീരുന്നില്ല. ഇവിടുത്തെ ദുർഗന്ധം ഇപ്പോൾ 1 കിലോമീറ്റർ ചുറ്റളവിലേക്ക് വരെ ബാധിച്ചിട്ടുണ്ട്. വേളാങ്കണ്ണിയുടെ മുഖമിനി പഴയ പോലെ ആകുമോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നശിച്ചുപോയ വ്യാപാര സ്ഥാപനങ്ങളും അവയുടെ ശേഷിപ്പുകളും, ഒഴുക്കിൽ ചത്ത ജന്തുക്കളും, നശിച്ച കടലിലെ ഭക്ഷണം ആർത്തിയോടെ ഭക്ഷിക്കുന്ന മൃഗങ്ങളുമാണ് പള്ളിക്കും കടലിനുമിടയിലെ 150 മീറ്റർ ദൂരത്തിൽ ഇപ്പോൾ കാണുന്നത്. ഇതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ളത് നശിച്ച കടകളിലെ സാധനങ്ങളോടൊപ്പം തന്നെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കിടക്കുന്ന ഇവയുടെ അവകാശികളായി ഇതുവരെ ആരും എത്തിയിട്ടില്ല. ഇവയുയർത്തുന്ന ദുർഗന്ധം വളരെ അസഹനീയമായി ചുറ്റുമുള്ള ജനങ്ങൾക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് പോലും ഈ ജഡങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ, യഥാർത്ഥത്തിൽ അവഗണിക്കപ്പെട്ട രീതിയിൽ തന്നെ പള്ളിക്കും കടലിനുമിടയിലെ ഈ വഴിയോരത്തിൽ കിടക്കുകയാണ്. പള്ളിക്ക് സമീപത്തുള്ള ഈ ഷെഡിനകത്ത് വെള്ളം ഇരച്ചു കയറിയപ്പോൾ 100 കണക്കിന് ആളുകളാണ് അതിന്റെ നിസ്സഹായരായ ഇരകളായത്. ക്രിസ്തുമസ് പുതുവത്സര പ്രത്യേക പ്രാർത്ഥനകൾക്കായി ഒരുക്കിയ ഈ സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ കണ്ടെടുക്കുന്ന ജഡങ്ങൾ പലതും കൂട്ടിയിടുന്നത്. ഇവരെല്ലാം പ്രകൃതി ദുരന്തത്തിന്റെ നിസ്സഹായരായ ഇരകൾ. ഉങ്ങളോട് யாராவது കാണുமா? என்ன பண்ணிட்டு இருந்தா? வீட்டில் தான் இருந்துச்சு. நாங்கள் வியாபாரத்துக்கு போயிருந்தோம். சொல்லிட்டு வேற வெளியிலேருந்து பசங்கள்லாம் வந்து சொன்னாப்புல நாங்கள் இங்கேருந்து போகிறதுக்குள்ள பிள்ளைங்கெல்லாம் ஒருத்தருங்க இல்லை, வீட்டில் இருந்த பிள்ளைங்கெல்லாம் ஒருத்தர் நாங்கள் எங்களால் காப்பாற்ற முடியல. வீட்டு அதுக்குள்ளார தண்ணி வந்துடுச்சு, வீடெல்லாம் ரொம்பிடுச்சு. 3 பிள்ளைங்க, ஒன்று ஆரோனு, ஒன்று யோசுவா, ஒன்று ரட்சகராஜ். 3 பிள்ளைங்க தான் போயிட்டாங்க. என் பேர பிள்ளைக்கு. நாங்கள் 3 பேரும் வியாபாரத்துக்கு போயிட்டோம். மக்கள்லாம் நாங்கள் வியாபாரத்துக்கு போயிட்டோம். பிள்ளைங்கெல்லாம் வீட்டில் இருந்துருக்கு, சின்ன பிள்ளைங்க எல்லாம். அது பிள்ளைங்கெல்லாம் இருந்ததுக்கு தண்ணி வந்ததும் எல்லாம். எவ்வளோ வயசு வரும்? ஒரு பிள்ளைக்கு 7 வயசு, ஒரு பிள்ளைக்கு 6 വയസ്സ് இருக்கும், ഒന്നുക്ക് 1.5 വയസ്സ്. ഇവരെല്ലാം ഉറ്റവരെ കാത്ത് അവർ വരുമെന്ന പ്രതീക്ഷയിൽ ഇവിടെ കാത്തിരിക്കുന്നവരാണ്. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ഇല്ലെങ്കിൽ ഒരു മാസമോ ഒരു വർഷമോ കഴിഞ്ഞാൽ പോലും തീരാത്ത ഉണങ്ങാത്ത മുറിവുകളാണ് ഇവർക്ക് ഈ ദുരന്തം സമ്മാനിച്ചിരിക്കുന്നത്. വേളാങ്കണ്ണിയിൽ നിന്ന് നന്ദനോടൊപ്പം അനുപമ, ഇന്ത്യ വിഷൻ.